ഫ്രണ്ട്സ്, ഇതൊരു 7th ജെന് ഒരു i7 ലാപ്ടോപ്പാണ്. അപ്പോൾ അതെന്താ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റോറി ആയിട്ട് പറയുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് ഒരു ടെക്നീഷ്യന്റെ ലാപ്ടോപ്പാണ്. അപ്പോൾ ടെക്നീഷ്യന്റെ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ ടെക്നീഷ്യൻ ശരിയാക്കാൻ പറ്റില്ല, എന്താ ഇഷ്യൂസ് ഇത് കാര്യങ്ങൾ എന്നുള്ളത്. സത്യത്തിൽ അവന് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് കംപ്ലൈന്റ് ആണ്. അഥവാ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, അത് കഴിഞ്ഞാൽ ചില സമയത്ത് എന്താ ചെയ്യുന്നത്, സിസ്റ്റം ഹാങ് ആകുക, ആ ഒരു സ്റ്റിൽ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ നിൽക്കുക, ഒരു സ്റ്റില്ലായി നിൽക്കുക. എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലോ സാധനം സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബോർഡ് അയക്കുക പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് പേടി ഉണ്ടാവും, മേ ബി ഇത് ഡെഡ് ആവുന്നു. പിന്നെ അവൻ ചെയ്തത് എന്താന്ന് പറഞ്ഞെങ്കിൽ ബാറ്ററി ഇതോടെ ബൾജിങ് കാണുന്നുണ്ട്. ഈ ബൾജ് കണ്ടപ്പോൾ അവൻ ബാറ്ററി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇതേമാതിരി ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കീബോർഡിന് എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് പേടിച്ചിട്ട് ഈ കീബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്മേൽ തെർമൽ പേസ്റ്റ് ഉണ്ട്. ഈ തെർമൽ പേസ്റ്റ് അവനെ കൊണ്ട് കഴിയണ മാതിരി തെർമൽ പേസ്റ്റും സാധനം സെറ്റ് ആക്കിയിരിക്കണം. സിസ്റ്റം ഈ പറയുന്ന മാതിരി കറക്റ്റ് ആയിട്ട് തന്നെ എന്താണ് ഈ സംടൈം ഹാങ് ഈ ഒരു റേഞ്ചിലുള്ള അസുഖമാണുള്ളത്. പക്ഷെ എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിയപ്പോൾ ഇവ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ NVMe അവൻ റീപ്ലേസ് ചെയ്ത് വോയിസ് ഒക്കെ ചെയ്തു, 4-5 പ്രാവശ്യമൊക്കെ വോയിസ് ഒക്കെ ചെയ്താ. ഞാൻ ജസ്റ്റ് ഒരു NVMe ഇട്ടിട്ട് വോയിസ് ഒന്ന് നോക്കി എന്താ പാട് കാര്യങ്ങൾ എന്നുള്ളത്. ഈ പറയുന്ന മാതിരി തന്നെ കുറെ സമയം കഴിയുന്ന സമയത്ത് കംപ്ലൈന്റ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ബോർഡ് അയക്കും. ബോർഡ് റിലേറ്റഡ് നോക്കുന്ന സമയത്ത് നമ്മളെ കണ്ണ് പോകുന്ന ഓരോ വ്യൂ പോയിന്റ് ഉണ്ട്. മേ ബി ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സിസ്റ്റത്തിൽ ഇന്ന പ്രോബ്ലം വരുന്നുള്ളത്. അപ്പോൾ നോക്കുന്ന സമയത്ത് മനസ്സിൽ കണ്ട മാതിരി തന്നെ അത് റിലേറ്റഡ് കംപ്ലൈന്റ് ആണ്. മീൻസ് എങ്ങനെ വെച്ചാൽ അതിലേക്ക് ആ സപ്ലൈ ഒഴുകുന്നില്ല, പ്രോപ്പർ ലെവലല്ല ആംബിയർ ഒഴുകുന്നത്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു കാര്യങ്ങൾ, ചെക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ സത്യത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പ്രോപ്പർ കറക്റ്റ് ട്രെയിനിങ് ആണ് കിട്ടാത്തത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക, അസംബ്ലിങ് ഡിസംബ്ലിങ്, അതില്ലെങ്കിൽ വോയിസ് ഇൻസ്റ്റലേഷന്, ഈ റീപ്ലേസിങ്, ഇതാണ് അവർ ചെയ്ത ഹിസ്റ്ററി. പക്ഷേ സത്യത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ടോപ്പ് ടെക്നീഷ്യന്മാരെ ട്രെയിനിങ്ങിൽ എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നിലക്കാൻ കുറച്ച് പാടുണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാലും ഇതേമാതിരി ടാസ്ക് റേഞ്ച്ഡ് കംപ്ലൈന്റുകൾ, അത് നല്ല ഹെവി ടെക്നീഷ്യന്മാരെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരെ ട്രെയിനിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫീൽഡിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ ചാൻസ് കുറവാണ്. അഥവാ നിങ്ങളെ കൊടുത്ത ക്യാഷും പോവും, അതേമാതിരി തന്നെ ആ ടൈം ഇൻവെസ്റ്റ് വേസ്റ്റ് ആവും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ഇത് പഠിക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാര്യങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തോളാം. അതെല്ലാം നിങ്ങൾ അവർക്ക് വേറെ എന്തെങ്കിലും ഫീൽഡിൽ പോകണമെങ്കിൽ താല്പര്യം ആ ഫീൽഡിൽ പോകുന്നതാണ് ബുദ്ധി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.